ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് തരുന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. എണ്ണിയാലൊടുങ്ങാത്ത ദാനങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന് വർഷിക്കുന്ന അവിടുത്തെ കാരുണ്യത്തെ ഓർക്കാം. പരിശുദ്ധാത്മാവേ, പൂർണ്ണമായും ഞങ്ങളെ ഈ സമയത്ത് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ആത്മാവിൻ്റെ അഭിഷേകം എല്ലാ ഹൃദയങ്ങളിലും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. കരങ്ങളടിച്ച് പാടിക്കേ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. പഠിക്കേ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയ. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. യേശുവിൻ സമയമത അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയാ. യേശുവിൻ വരവിൻ സമയമത അവൻ ലോകത്തെ മുഴുവൻ ഉണർത്തുകയാ. തൻ്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയ. തൻ്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയ. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥം അമ്മ വഴിയായി ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് യാചിക്കുന്നു. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അതിശക്തമായ പ്രാർത്ഥനയാണ്. തിരുസഭയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് സഭയുടെ നിയോഗങ്ങളെ ശക്തിപ്പെടുത്താനായി വന്നത്. ദൈവത്തിൻ്റെ കരുണയിൽ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം.
എല്ലാ നന്മകളും വരുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, എല്ലാ ഉത്തമവും ശ്രേഷ്ഠവുമായ എല്ലാ നല്ല ദാനങ്ങളും വരുന്നത് പിതാവിൽ നിന്നാണ്. മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പിതാവിൽ നിന്നാണ്. ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ നാളുകളിൽ നിർവഹിക്കുന്നു. കൂടുതൽ കൂടുതൽ കർത്താവ് അവിടുത്തെ കൃപയിൽ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിന്റെ ആത്മാവിന്റെ പ്രേരണയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് സഭ നേരിടുന്ന പ്രതികൂലങ്ങളിൽ മുന്നോട്ട് നീങ്ങേണ്ടത്. അതിനൊരു ഉത്തരം ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്താനാണ് ഇന്ന് നമ്മൾ പരിശ്രമിക്കുന്നത്. കർത്താവിന്റെ വചനം ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിടേണ്ടത്? അപ്പോസ്തല പ്രവർത്തനമാണ് എനിക്ക് തോന്നുന്നു ഇത്തരുണത്തിൽ വായിക്കാവുന്ന ഏറ്റവും നല്ല ഗ്രന്ഥം. മറ്റു ചില ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യും. ഒന്നാമതായി എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ചിന്ത, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ എന്നത് അവസരങ്ങൾ ആണ്. നമുക്ക് പ്രശ്നങ്ങളല്ല, നമുക്ക് ഓപ്പർച്യൂണിറ്റികളാണ്. See, we don't have crisis. In every crisis, we find an opportunity. നമുക്ക് പ്രശ്നങ്ങൾ അവസരങ്ങളാണ്. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ പ്രതിസന്ധിയിലൂടെയും ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും ആകസ്മികമായി കടന്നു വരുന്നതല്ല. ഇത് ഹൃദയത്തിൽ എഴുതണം. ദൈവം അറിയാത്തതോ ദൈവം അനുവദിക്കാത്തതോ ആയി ഒരു പ്രശ്നവും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാവില്ല. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് വെളിയിലല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇത് ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചും നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന വിഷയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രശ്നത്തിലൂടെയും ദൈവം സംസാരിക്കുന്നുണ്ട്. നല്ല കാലങ്ങളിൽ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, മറിച്ച് പ്രതികൂലങ്ങളിലൂടെയും ദൈവം സംസാരിക്കുന്നുണ്ട്. പ്രതികൂലങ്ങളിൽ മിക്കവാറും ദൈവം സംസാരിക്കുന്നത് നമ്മളോടുള്ള തിരുത്തലുകളാണ്. പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ ദൈവം ചൂണ്ടിക്കാണിച്ച് തരുന്നതായിട്ടാണ്. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്റെ മാനുഷിക ചിന്തയല്ല, മറിച്ച് ദൈവവചനമാണ്. ഞാൻ ഒരു ബൈബിളിലെ അപ്പോസ്തല പ്രവർത്തനത്തിലെ സംഭവം നിങ്ങളോട് പങ്കുവെക്കാം. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 1, 2, 3, 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ, 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ, 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ സന്തോഷമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഐക്യമായിരുന്നു ആ സഭയുടെ പ്രത്യേകത. അനേക തവണ, എനിക്ക് എണ്ണാനിപ്പോ സമയമില്ല, നിങ്ങൾ എണ്ണിയെടുത്താൽ മതി, അനേക തവണ ഞാൻ ഈ പറയുന്ന വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. അവർ ഏക മനസ്സോടെ, ഒരു മനസ്സോടെ, ഏക അഭിപ്രായത്തോടെ, ഒരേ ചിന്തയോടെ അവർ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന ഒരു സഭയായിരുന്നു ആദിമസഭ. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 5 അധ്യായങ്ങളിൽ നിങ്ങൾ വായിക്കണം. ഇഷ്ടം പോലെ, ഒരു 10 സന്ദർഭങ്ങളിലധികം ഉണ്ടാവും, നിശ്ചയമായിട്ടും ഉണ്ടാവും. ഏക മനസ്സോടെ, ഒരു മനസ്സോടെ അവർ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായിട്ട് കരുതി. അവർക്കെല്ലാം ഒരേ മനസ്സായിരുന്നു, ഒരേ ഹൃദയമായിരുന്നു. ഈ അർത്ഥം വരുന്ന വാക്കുകൾ കണ്ടെത്തണം. 6-ാം അധ്യായം എത്തുമ്പോ നമുക്ക് സങ്കടാവും. 6-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോ ഈ ഏക മനസ്സ് മാറി. അപ്പോസ്തല പ്രവർത്തനത്തിൽ വിവരിക്കുന്ന പ്രകാരം സഭയിലെ ഒരുപക്ഷെ സഭയ്ക്കകത്തെ ആദ്യത്തെ ക്രൈസിസ് ഇതാണ്. സഭയ്ക്ക് പുറത്ത് ക്രൈസിസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്നാൽ സഭയ്ക്കകത്ത് നിന്ന് സഭ നേരിടേണ്ടി വന്നൊരു ക്രൈസിസ് ആണിത്. ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം? ശിഷ്യരുടെ സംഖ്യ. 6-ാം അധ്യായം 1 മുതൽ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 6 വേഴ്സ് 1 ഓൺവേർഡ്സ്. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിന് തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. നോക്കിക്കേ,
ഗ്രീക്കുകാരും ഹെബ്രായരും, യഹൂദരും വിജാതീയരും, യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും. മനസ്സിലായല്ലോ? ഇവര് തമ്മിൽ അഭിപ്രായ ഭിന്നത എന്ത് വിഷയത്തിലാണ്? ആഹാരക്കാര്യത്തെ ചൊല്ലി. എന്നും സഭയിലെ അഭിപ്രായ വ്യത്യാസം വലിയ കാര്യങ്ങളെ ചൊല്ലിയാണെന്ന് വിചാരിക്കരുത്. സ്വർഗവുമായിട്ടും നിത്യതയുമായിട്ടും രക്ഷയുമായിട്ടും യേശുവിന്റെ രക്തവുമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ചപ്പും ചവറുമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വഴക്കിട്ടത് മുഴുവൻ. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. നിത്യതയുമായും സ്വർഗവുമായും യേശുവുമായും രക്ഷയുമായും പരിശുദ്ധാത്മാവുമായും സ്വർഗവുമായും തുലനം ചെയ്യുമ്പോ ചപ്പിനും ചവറിനും വേണ്ടിയാണ് നമ്മൾ വഴക്കിട്ടത് മുഴുവൻ. എന്തോ ആവട്ടെ, അപ്പസ്തോലിക സഭയും നമ്മളുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. വിഷമിക്കണ്ട. ആഹാരത്തെ ചൊല്ലി കലഹം, സഹായ വിതരണത്തെ ചൊല്ലി കലഹം. പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 അപ്പസ്തോലന്മാർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാ സഹോദരന്മാരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഏത് ചുമതല? ഭക്ഷണ വിതരണത്തിന്റെ ചുമതല ഏൽപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അപ്പസ്തോലന്മാരുടെ ജോലി എന്തായിരുന്നു? പ്രാർത്ഥന, വചന ശുശ്രൂഷ. അപ്പസ്തോലന്മാരുടെ ജോലി എന്തായിരുന്നു? പ്രാർത്ഥന, വചന ശുശ്രൂഷ. അപ്പസ്തോലന്മാരുടെ ജോലി എന്തായിരുന്നു? പ്രാർത്ഥന, വചന ശുശ്രൂഷ. ഞങ്ങള് ആഹാര കാര്യങ്ങളിലേക്ക് ഇടപെട്ട് സമയം കളയുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വചനം പറയണം. എന്നെ കേൾക്കുന്ന അഭിയന്നരായ പിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ വൈദികരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സന്യസ്തരെ, നമുക്കൊറ്റ വിളിയേ ഉള്ളൂ: പ്രാർത്ഥന, വചന ശുശ്രൂഷ. പ്രാർത്ഥന, വചന ശുശ്രൂഷ. പ്രാർത്ഥന, വചന ശുശ്രൂഷ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കും. കാലഘട്ടങ്ങളിൽ എങ്ങനെ സഭയെ നയിക്കണം സംസാരിക്കും, ഇടവകയെ നയിക്കണം സംസാരിക്കും, എങ്ങനെ ദൈവത്തിന്റെ സമർപ്പണ ജീവിതം നയിക്കണം ദൈവം സംസാരിക്കും. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന, വചന ശുശ്രൂഷ. അതുകൊണ്ട് നിങ്ങൾ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ കണ്ടുപിടിക്കും. ഞങ്ങൾ അവരെ അഭിഷേകം ചെയ്യാം. അവര് ഭക്ഷണ കാര്യങ്ങളുടെ ചുമതല ഏൽക്കട്ടെ. അപ്പൊ എന്താണ് ഇവിടെ ക്രൈസിസ്? ക്രൈസിസിനെ എങ്ങനെ അപ്പസ്തോലിക സഭ നേരിട്ടു? ക്രൈസിസ് has created an opportunity whereby 7 persons were anointed who were powered with wisdom and fire. തീ നിറഞ്ഞ ജ്ഞാനമുള്ള 7 പേരെ അഭിഷേകം ചെയ്തു. ക്രൈസിസ് has created an environment whereby anointing has been revealed. അഭിഷേകത്തിന്റെ തീ ഇറങ്ങി വരാൻ ക്രൈസിസ് ഒരു കാരണമായി. ഈ 7 പേരിൽ ഒരാളാണ് സിയോന്റെ തെരുവീഥികളിൽ ക്രിസ്തുവിന് വേണ്ടി ചോര ചീന്തി മരിച്ച എസ്തപ്പാനോസ്. ഈ 7 പേരിൽ ഒരാളാണ് സമരിയാദേശത്ത് ആത്മാവിന്റെ തീ ഇറക്കി മന്ത്രവാദികളെ മാനസാന്തരപ്പെടുത്തിയ ഫിലിപ്പോസ്. എന്താ സംഭവിച്ചേ? ക്രൈസിസ് അവസരമായിട്ട് മാറി. സഭയ്ക്കുണ്ടാവുന്ന പീഡനം, സഭയെ ആരെങ്കിലും നിന്ദിക്കുന്നത്, സൈബർ ചുവരുകളിൽ സഭയെക്കുറിച്ച് ദൂഷണത്തിന്റെ ചെളി പുരണ്ട വാക്കുകൾ എഴുതി വെക്കുന്നത്, കമന്റ് ബോക്സുകളിൽ വരുന്ന തെറിവിളികൾ,
സഭയ്ക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ, സഭയ്ക്കെതിരെ ഇറങ്ങുന്ന സിനിമകൾ, സഭയിൽ നിന്ന് യുവതി യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, സമർപ്പിതരെ, വൈദികരെ അകറ്റാൻ ശ്രമിക്കുന്ന ഉപജാപങ്ങൾ ക്രൈസിസ് അല്ല, ഓപ്പർച്യൂണിറ്റിയാണ്. തീ ഇറങ്ങാൻ ഒരവസരം, തീ പിടിക്കാൻ ഒരവസരം, ജ്ഞാനവും ആത്മാവും നിറഞ്ഞ ദൈവ മനുഷ്യർ എഴുന്നേൽക്കാൻ ഒരവസരം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ക്രൈസിസ് ഇല്ല, അവസരങ്ങളേ ഉള്ളൂ. നമുക്ക് സഹനങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് സഹനങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. സഹനങ്ങളിലാണ്. നല്ല കാലങ്ങളിൽ നമ്മൾ കേൾക്കാത്തത് പലതും ചോര വീണ കാലങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. കംഫർട്ടബിളായ ദിനങ്ങളിൽ നമുക്ക് മനസ്സിലാവാത്ത ദൈവിക സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലായത് പീഡിപ്പിക്കപ്പെട്ട നേരങ്ങളിലാണ്. സഭ തന്നെ നാഥന്റെ മണവാളന്റെ സ്വരം കേൾക്കുന്നത് പലപ്പോഴും സഹനങ്ങളുടെ തീച്ചൂളകളിലാണ്. അതുകൊണ്ട് സഹനം നമ്മളെ ഭാരപ്പെടുത്തുന്നില്ല. ഇത് അവസരമാണ്. ഉണരണം, ഉണരണം. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരെ, സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാൻ ഒരു തീ നിങ്ങളിൽ ഇറങ്ങട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, സഭയെയും വചനത്തെയും മുറുകെ പിടിക്കാൻ ഒരഗ്നി നിങ്ങളിൽ ആളിക്കത്തട്ടെ. പീഡനങ്ങൾ പെരുകുമ്പോ രക്തസാക്ഷികൾ ഉണ്ടാവും. രക്തസാക്ഷികൾ കൂടുമ്പോ സഭ തഴച്ചു വളരും. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഈജിപ്തിലെ ജനത്തിന് അവരെ കുറിച്ച് ഭയമായി. ഈ ജനത ഇങ്ങനെ പെരുകി 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 വന്നാൽ അവർ തങ്ങളെ വിഴുങ്ങിക്കളയും എന്നവർ ഭയപ്പെട്ടു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി വന്നു. അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു. അവൻ തന്റെ ജനത്തോട് പറഞ്ഞു, നോക്കുവിൻ, ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടുപോവുകയും ചെയ്തേക്കാം. അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം. അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും പെരുകുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. There is a deep power inside. ക്രിസ്ത്യാനിയുടെ അകത്ത് ഒരു ബോംബ് ഇരിപ്പുണ്ട്. ആ ബോംബ് പൊട്ടുന്നത് പീഡിപ്പിക്കുമ്പോഴാണ്. നമ്മുടെ അന്തരാത്മാവിന്റെ അടരുകൾക്കടിയിൽ ഒരു ആത്മീയ ശക്തി ഉറഞ്ഞുകൂടിയിരിപ്പുണ്ട്. ആ ശക്തി ഒരു ബോംബ് പോലെ പൊട്ടുന്നത് വേട്ടയാടപ്പെടുമ്പോഴാണ്. അഭിഷേകത്തിന്റെ ജലധാര പൊട്ടി ഒഴുകുന്നത് ഈ പാറമേൽ അടിക്കുമ്പോഴാണ്. കൃപയുടെ ചോരയും വെള്ളവും ഒഴുകുന്നത് ഈ ശരീരത്തിൽ കുന്തം കൊണ്ട് കുത്തുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, we don't have crisis, we have only opportunities. നമുക്ക് പ്രതിബന്ധങ്ങളില്ല, പ്രതികൂലങ്ങളില്ല, അവസരങ്ങളേ ഉള്ളൂ. പീഡിപ്പിക്കപ്പെടുമ്പോ ഇതിനെ നമുക്കൊരു അവസരമായിട്ട് കാണാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിത് അവസരങ്ങളാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ ദൈവം നമുക്കായി ഒരുക്കി തരുന്ന അവസരങ്ങളാണ്. ഈ സന്ദർഭത്തിൽ എന്താണ് നാം സ്വീകരിക്കേണ്ട സമീപന ശൈലി? ഇതിനെക്കുറിച്ച് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന് തന്നെ നമുക്ക് 1-2 മാതൃകകൾ, 1-2 വാക്യങ്ങൾ എടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ഗ്രന്ഥത്തിലേക്ക് മടങ്ങിപ്പോകണം.
അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ആദ്യത്തെ അധ്യായങ്ങളിൽ, 4-ാമത്തെ അധ്യായത്തിൽ സഭ വിചാരണയ്ക്ക് വിധേയമാവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്തിലാണ് അല്ലെങ്കിൽ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? അങ്ങനെ ആ വിചാരണയ്ക്ക് ഒടുവിൽ 18-ാമത്തെ വാക്യം, അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? 21-ാമത്തെ വാക്യം, അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. 23-ാമത്തെ വാക്യം, ഈ സംഘത്തിൽ നിന്ന് മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. വിചാരണ സംഘത്തിന്റെ ഭീഷണിപ്പെടുത്തലിന് ശേഷം യേശുവിന്റെ നാമത്തിൽ ഒരക്ഷരം പോലും പറയരുത് എന്ന് കൽപ്പിച്ച് വിട്ടയച്ചപ്പോൾ അവർ സംഘത്തിൽ നിന്ന് മോചിതരായി സമൂഹത്തിലെത്തി. എല്ലാ കാര്യങ്ങളും സമൂഹത്തിലുള്ളവരെ അറിയിച്ചു, സഹോദരന്മാരെ അറിയിച്ചു, സഭയിലുള്ളവരെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. അവരുടെ പ്രാർത്ഥനയാണ് 24 മുതൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ശ്രദ്ധിക്കേണ്ടത് 31-ാമത്തെ വാക്യം, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അവർ ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഒരു മോഡൽ ഇതാണ്. പീഡനം ഉണ്ടാവുമ്പോ സഭ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലങ്ങൾ കുലുങ്ങുന്നു, അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു, അവർ ദൈവത്തിന്റെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പ് 4-ാം അധ്യായത്തിൽ വിചാരണ സംഘത്തിന്റെ വിചാരണയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തപ്പെടുമ്പോ പത്രോസിനെ കുറിച്ച് ഒരു വാക്യം വായിക്കാം. 8-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. ക്രൈസിസ് വരുമ്പോ ആത്മാവ് നിറയണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ, ഞാൻ ഭാഗം എടുത്ത് വായിക്കുന്നില്ല, സംഭവം നിങ്ങൾക്കറിയാം. സാംസൺ അദ്ദേഹം തിമ്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. തിമ്നയിലേക്ക് അദ്ദേഹം മാതാപിതാക്കന്മാരെയും കൂട്ടി പോകുമ്പോ അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ വെച്ച് ഒരു സിംഹം അവന്റെ നേരെ ചാടി വന്നു. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒരു സിംഹം അവന്റെ നേരെ ചാടി വന്നു. സിംഹം, കഴുകൻ തുടങ്ങിയ ജീവികളുടെ പ്രത്യേകത അത് വളരെ വേഗതയാർന്ന ജീവികളാണ്, സ്വിഫ്റ്റ് ആണ്. അതിന്റെ മൂവ്മെന്റ് സ്വിഫ്റ്റ് ആണ്, വേഗമാണ്, പെട്ടെന്ന് ചാടി വന്നു. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത്, അപ്രതീക്ഷിതമായ ഒരു സമയത്ത്, എവിടെ വെച്ചാണ്? മുന്തിരിത്തോപ്പിൽ. ആരും സിംഹത്തെ പ്രതീക്ഷിക്കുന്നില്ല. ഇത് കൊടും വനമല്ല, മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടത്തിൽ നിന്നാണ് ഓർക്കാപ്പുറത്തൊരു സിംഹം ഇറങ്ങി വരുന്നത്. എപ്പോഴും അങ്ങനെയാണ്, മുന്തിരിത്തോട്ടത്തിൽ നിന്നാണ് ചില സിംഹങ്ങൾ പുറത്തിറങ്ങുന്നത്. നമ്മൾ അറിയാത്ത, പ്രതീക്ഷിക്കാത്ത, നനച്ചിരിക്കാത്ത ഇടത്തു നിന്നും, സ്ഥലത്തു നിന്നും, സാഹചര്യത്തിൽ നിന്നുമാണ് സഭയിലേക്ക് ചിലപ്പോ ക്രൈസിസ് വരുന്നത്. പെട്ടെന്നൊരു സിംഹം വന്നപ്പോ അത് എന്ത് ചെയ്തു? നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, സിംഹം അവന്റെ നേരെ ചാടി വന്നപ്പോ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ ആവസിച്ചു. അവൻ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടി എന്ന പോലെ കീറിക്കളഞ്ഞു. സിംഹം ആട്ടിൻകുട്ടിയായി മാറിയോ? മാറിയില്ല. സിംഹം തന്നെയാണ്. പക്ഷേ ആത്മാവ് നിറഞ്ഞപ്പോ
ആത്മാവ് വേഗം ആവസിച്ചപ്പോ, ആത്മാവ് ശക്തിയോട് ആവസിച്ചപ്പോ സിംഹമാണ് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ അഭിഷേകം നിറഞ്ഞവന് അതൊരു ആട്ടിൻകുട്ടിയെ പോലെ തോന്നിയുള്ളൂ. അവൻ അതിനെ കീറിക്കളഞ്ഞു. പിശാചിനോട് എതിർക്കാൻ മനുഷ്യ ശക്തി അപര്യാപ്തമാണ്. യെശയ്യാ 37:36 നാം വായിക്കും, കർത്താവിന്റെ ദൂതൻ അസീര്യക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വകവരുത്തി. സിംഗിൾ ഏഞ്ചൽ, സിംഗിൾ ഹാൻഡഡ്, ഒരു ദൂതൻ 1,85,000 പേരെ വകവരുത്തിയെങ്കിൽ സാമാന്യ കണക്കനുസരിച്ച് ഒരു ദൂതന്റെ പവർ ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളെ വകവരുത്താൻ ഒരു ദൂതൻ മതി. ആ പവർ ഉണ്ട് പിശാചിന്. പിശാചിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല ഈ പറയുന്നത്. ആ ശക്തിയുണ്ട് പിശാചിന്. പിശാചിനോട് മല്ലിടാൻ മനുഷ്യ ശക്തി പോരാ. പിശാചിനോട് മല്ലിടാൻ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങണം. സിംഹത്തെ സാംസൺ എന്ന മനുഷ്യന് ഒറ്റയ്ക്ക് കൊല്ലാൻ പറ്റില്ല. സിംഹത്തെ കൊല്ലണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയണമെങ്കിൽ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ആവസിച്ചു. ശക്തിയോടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, സിംഹം വന്നതിനേക്കാൾ വേഗത്തിൽ അവന്റെ മേൽ ആത്മാവ് വന്നു. സിംഹം വന്നതിനേക്കാൾ വേഗത്തിൽ അവന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. പ്രതിസന്ധികളിൽ സഭ തളരാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സഭയ്ക്ക് നേരെ നിൽക്കാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നു, സകല പ്രതിസന്ധികളുടെയും പരിഹാരം പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയുക എന്നുള്ളതാണ്. ആത്മാവ് നിറഞ്ഞവനെ സാത്താനോട് മല്ലിടാൻ പറ്റൂ. മനുഷ്യ ശക്തി കൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. പരിശുദ്ധാത്മാ ശക്തി കൊണ്ടേ പറ്റൂ. അത് തിരിച്ചറിയണം. അതുകൊണ്ട് ക്രൈസിസ് വരുമ്പോ ആത്മാഭിഷേകത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ആത്മാവ് നിറഞ്ഞ മനുഷ്യര് സഭയിൽ എഴുന്നേൽക്കട്ടെ. ആത്മാവ് നിറഞ്ഞ വൈദികര്, പിതാക്കന്മാര്, ആത്മാവിന്റെ കൃപയിൽ നിറഞ്ഞ ആത്മായ ശുശ്രൂഷകര്, യുവാക്കന്മാര്, അതിശക്തരായ കർത്താവിന്റെ ശുശ്രൂഷകര് കാലഘട്ടങ്ങളിൽ സഭയിൽ എഴുന്നേൽക്കാൻ അതിശക്തമായി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഇരുണ്ട യുഗങ്ങളിൽ സഭ നേരെ നിന്നത് അതിവിശുദ്ധരായ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളിലൂടെയാണ്. ഫ്രാൻസിസ് അസീസി, വിശുദ്ധ വിൻസെന്റ് ഫെറർ, സേനായിലെ വിശുദ്ധ കാതറിൻ തുടങ്ങിയ മഹാവിശുദ്ധര് ഇരുണ്ട കാലങ്ങളിൽ സഭയെ നട്ടല്ലോടെ നേരെ നിർത്തിയ ദൈവശക്തി പ്രവർത്തിച്ച മനുഷ്യരാണ്. പ്രാർത്ഥന. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാശയം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ബൈബിളിലെ പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്രായുടെയും നെഹമിയായുടെയും ഗ്രന്ഥങ്ങൾ. അതിലെ നെഹമിയായുടെ ഗ്രന്ഥത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. പ്രതിസന്ധികൾ വരുമ്പോ, സഭയുടെ നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോ, സഭയ്ക്ക് നേരെ ആസൂത്രിതമായ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോ നമ്മൾ എടുക്കേണ്ട സമീപനങ്ങൾ പല ഡയമെൻഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. തിരിച്ചറിയണം, കരുതലോടെ ഇരിക്കണം. പല രീതിയിലാണ് യുദ്ധതന്ത്രങ്ങൾ. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തരാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ നെഹമിയായുടെ ഗ്രന്ഥം. നമുക്കതിലേക്ക് ഏതാനും ആശയങ്ങൾ മനസ്സിലാക്കാനായി ഒന്ന് കടന്നു പോകാം. നെഹമിയായുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഹക്കാലിയായുടെ പുത്രൻ നെഹമിയായുടെ വാക്കുകൾ. അർത്താർക്സക്സസിന്റെ 20-ാം ഭരണവർഷം കിസ്ലേവ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിൽ ആയിരുന്നു. എന്റെ സഹോദരന്മാരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് പശ്ചാത്തലം? നിങ്ങൾക്കറിയാം. ദൈവകൽപ്പനകൾ ലംഘിച്ച 500ഓളം വർഷങ്ങൾക്ക് ശേഷം
ദൈവത്തിന്റെ കൽപ്പനയെ മാനിക്കാത്തൊരു ജനത ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടു. BC 587 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന് രാജാവിനെ തടവിലാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി ദേശവാസികളെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി. യൂദയായിലുണ്ടായിരുന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ബാബിലോൺ അടിമത്വത്തിലേക്ക് നുകം വെച്ച് കെട്ടി വലിച്ചിഴക്കപ്പെട്ടു. പക്ഷെ ഏതാനും ചില ആളുകൾ, ഒരു ന്യൂനപക്ഷം യൂദയായിലുണ്ടായിരുന്നു. ബാബിലോണിലെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു നെഹമ്യാ. ബാബിലോൺ ഭരണത്തിന് ശേഷം പിന്നീട് ഈ ജനതയെ ഭരിക്കുന്നത് പേർഷ്യൻ രാജവംശമാണ്, മീദോ പേർഷ്യൻ രാജവംശം. ആ പേർഷ്യ രാജവംശത്തിലെ രാജപരമ്പരയിലെ ഒരു രാജാവായ അർത്താർക്സസിന്റെ 20ാം ഭരണവർഷം കിസ്ലേവ് മാസം തലസ്ഥാനമായ സൂസായിൽ നെഹമ്യായിരിക്കുമ്പോൾ, നെഹമ്യാ ആ രാജകൊട്ടാരത്തില് ജോലിക്കാരനായിരുന്നു, കപ്പ് ബെയറായിരുന്നു, പാനപാത്രവാഹകനായിരുന്നു. രാജാവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഫുഡ് ഇൻസ്പെക്ടറാണ് ഈ കപ്പ് ബെയറർ, പാനപാത്രവാഹകൻ. ക്രെഡിബിലിറ്റി ഉള്ള മനുഷ്യനാണ്. നിങ്ങൾ ഓർക്കണം, അടിമകളായി പിടിച്ചു കൊണ്ടുവന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് രാജാവിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ വിശ്വാസ്യതയുള്ള ആളാണ്, ക്രെഡിബിലിറ്റി ഉള്ള ആളാണ്. ദൈവമക്കൾ അങ്ങനെ ആവണം, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാകണം. അങ്ങനെ പാനപാത്രവാഹകനായി കൊട്ടാരത്തിൽ ജോലി ചെയ്യുമ്പോൾ നെഹമ്യായെ കാണാൻ യൂദായിൽ അവശേഷിച്ചിട്ടുള്ള ന്യൂനപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ വന്നപ്പോ നെഹമ്യാ ചോദിച്ചു, സിയോന്റെ അവസ്ഥ എന്താണ്? ജെറുസലേമിന്റെ അവസ്ഥ എന്താണ്? യൂദയായുടെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താണ്? നെഹമ്യാ കൊട്ടാരത്തിൽ സുരക്ഷിതനാണ്. നെഹമ്യായ്ക്കും അവന്റെ ഭാര്യയ്ക്കും അവന്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ആജീവനാന്തം തലമുറകളോളം സുരക്ഷിതമായി കഴിയാൻ കൊട്ടാരത്തിലെ ജോലി നല്ലതായി ഇരിക്കുമ്പോ, അത് മതിയായിരിക്കുമ്പോ യൂദയായെ കുറിച്ച് ചോദിക്കുന്ന എന്തിന്? ജെറുസലേമിന്റെ അവസ്ഥയെ കുറിച്ച് ആകുലപ്പെടുന്ന എന്തിന്? അവന്റെ കാര്യം സേഫ് ആയിരിക്കുമ്പോ എന്തിനാണ് ദൈവജനത്തെ കുറിച്ച് ഭാരം? എന്തിനാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ കുറിച്ചൊരു വേവലാതി, അവരെ കുറിച്ച് അറിയാൻ താല്പര്യം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ചോദിക്കുകയാണ് എന്താണ് അവസ്ഥ? വെറുതെ ചോദിച്ചല്ല, കുറ്റം കേൾക്കാൻ വേണ്ടി ചോദിച്ചല്ല. ഭാരം കിടക്കാണ്, ഭാരം. ദൈവജനത്തെ ചൊല്ലി ഒരു ഭാരം. തലസ്ഥാന നഗരമായ സൂസായിലായിരിക്കുമ്പോ എന്റെ സഹോദരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്ന് പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേമിന്റെ മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇതാണ് ദൈവമനുഷ്യർ. തങ്ങളെ ബാധിക്കുന്ന വിഷയമാവണമെന്നില്ല, തങ്ങൾ സുരക്ഷിതരാണ് എന്ന അവസ്ഥ അവർക്കുണ്ടാകാം, അവരെ ഇത് ബാധിക്കണമെന്നില്ല. പക്ഷെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഭാരം കിടക്കുകയാണ്, ദൈവജനത്തെ കുറിച്ചുള്ള ഭാരം. സിയോന്റെ അവസ്ഥ, ജെറുസലേമിന്റെ അവസ്ഥ, യൂദയായുടെ അവസ്ഥ എന്താണ്? പ്രവാസത്തെ അതിജീവിച്ച് ജെറുസലേമിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? സിയോന്റെ നഗര കവാടങ്ങളുടെ അവസ്ഥ എന്താണ്? വന്നവർ പറഞ്ഞു, ജെറുസലേമിന്റെ മതിലുകൾ തകർന്ന് നഗര കവാടങ്ങൾ അഗ്നിക്കിരയായി കത്തിച്ചാമ്പലായി കിടക്കുന്നു. അവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് കേട്ട് ഞാൻ ഹൃദയം തകർന്ന് നിലത്തിരുന്ന് ദിവസങ്ങളോളം കരഞ്ഞു, ഉപവസിച്ചു, നിലവിളിച്ചു. ഭാരം, ഭാരം, ബർഡൻ. ദൈവജനത്തെ കുറിച്ച് ഭാരം,
നശിക്കുന്ന കുടുംബങ്ങളെ കുറിച്ച് ഭാരം, പുറപ്പെട്ടു പോകുന്ന മക്കളെ കുറിച്ച് ഭാരം, വഴിതെറ്റുന്ന വിശ്വാസത്തെ കുറിച്ച് ഭാരം, അബദ്ധ സഞ്ചാരങ്ങളെ കുറിച്ച് ഭാരം. എത്ര പേർക്കുണ്ട് ഈ ഭാരം? സഭയിൽ കേൾക്കുന്ന ഏതെങ്കിലും മോശപ്പെട്ട വാർത്ത നിങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരു രാത്രി സമ്മാനിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ രൂപതയിലല്ലായിരിക്കാം, നിങ്ങളുടെ സഭയിലല്ലായിരിക്കാം, നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലല്ലായിരിക്കാം, ഭാരതത്തിലല്ലായിരിക്കാം, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സഭ നേരിടുന്ന പീഡാനുഭവത്തെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങളുടെ ചങ്ക് വെന്തിട്ടുണ്ടോ? ഉള്ളിലൊരു നീറ്റലുണ്ടായിട്ടുണ്ടോ? ബർഡൻ, ഭാരം. ഈ ഭാരമുള്ളിടത്തെ കൃപയിറങ്ങൂ. ഈ ഭാരമുള്ളിടത്തെ സൊല്യൂഷൻ ഉണ്ടാവൂ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു വിഷയമാണിത്. എത്ര പേരുടെ ഹൃദയത്തിലുണ്ട് ഈ ഭാരം? ജനം വചനം അറിയാത്തതിൽ ഭാരം, ജനത്തിന് ദൈവത്തെ അറിയാത്തതിൽ ഭാരം, ജനം വിശ്വാസം ശരിക്ക് ജീവിക്കാത്തതിൽ ഭാരം, ക്രിസ്തുവിനെ ഇനിയും അനേക കോടികൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാരം. ഈ ബേർഡൻ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട്. ഈ ബേർഡൻ ദൈവം ചില മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ച് തരും. ആ ഭാരമുള്ളിടത്തെ ക്രൈസിസുകൾക്ക് പരിഹാരം ഉണ്ടാവും. എന്റെ വീട്, എന്റെ ജോലി, എന്റെ മക്കൾ വിദേശത്ത് പോകുന്നത്, എന്റെ മക്കളുടെ കുടുംബത്തിലെ പ്രശ്നം മാറുന്നത്, ഇതിനപ്പുറത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരം വന്നാലേ സഭയ്ക്കേക്കുന്ന അപമാനങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാവും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? ലൗകികതയുടെ അതിപ്രസരമാണോ? പണത്തിന്റെ കടന്നുകയറ്റമാണോ? ലൈംഗിക അരാജകത്വങ്ങളാണോ? മോശപ്പെട്ട ജീവിതമാണോ? പ്രാർത്ഥനയില്ലാത്തതാണോ? അനുഷ്ഠാനങ്ങൾക്ക് കുറവ് വന്നതാണോ? വിശ്വാസം മങ്ങിപ്പോയതാണോ? ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷേ സഭയുടെ ഏറ്റവും വലിയ ക്രൈസിസ്, സഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് റാഡിക്കൽ ഇൻഡിഫറൻസ്. അപകടകരമായ നിർമ്മമത, ഭയാനകമായ നിർമ്മമത എന്ന് വെച്ചാൽ ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് കഴിക്കാൻ ആഹാരവും കിടന്നുറങ്ങാൻ ഒരിടവും എനിക്ക് സന്തോഷിക്കാൻ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആരുടെയും ഒരു പ്രശ്നവും എന്നെ ബാധിക്കാത്ത ഭയാനകമായ അപകടകരമായ നിർമ്മമത, റാഡിക്കൽ ഇൻഡിഫറൻസ്. നോവിക്കണം, ഭാരപ്പെടുത്തണം, കരയിക്കണം, പട്ടിണി ഇരിക്കാൻ പ്രേരിപ്പിക്കണം, മുട്ടുകുത്താൻ പ്രേരിപ്പിക്കണം, നിലവിളിക്കാൻ പ്രേരിപ്പിക്കണം, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കൈവിരിച്ച് കരയാൻ പ്രേരിപ്പിക്കണം. ഈ ഭാരമുള്ളിടത്തെ സൊല്യൂഷൻ ഉള്ളൂ. ഈ ഭാരമുള്ളിടത്തെ പരിഹാരം കടന്നു വരൂ. അപ്പൊ ഈ വേദനയോടെ ഈ മനുഷ്യൻ കരയുകയാണ്. വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം വിഷമിച്ച് കരയുമ്പോ രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത്? ഉണ്ടോ? പരിഹാരം വരികയാണ്, ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയാണ്. ഭാരം വരട്ടെ, അപ്പൊ പരിഹാരം ഉണ്ടാവും. അപ്പൊ ചോദിക്കുകയാണ്, എന്താണ് നിന്നെ അലട്ടുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, എന്റെ ജനം ഇങ്ങനെ വിഷമത്തി കഴിയുകയാണ്, ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കാണ്. രാജാവ് പറഞ്ഞു, എന്ത് ചെയ്യണം? എനിക്ക് അവിടം വരെ ഒന്ന് പോണം, എല്ലാം ഒന്ന് ശരിയാക്കണം. രാജാവ് പറഞ്ഞു, ഒരു നീണ്ട അവധിയെടുത്ത് പൊക്കൊള്ളുക. അങ്ങനെ നെഹെമ്യായുടെ നേതൃത്വത്തിൽ ദൈവജനം ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുന്നത് നമ്മൾ കാണുകയാണ്. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ പോയി, നെഹെമ്യായുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ പോയി, ബാബിലോൺ അടിമത്തം അവസാനിച്ച കാലത്ത് ഒരു കൂട്ടം ആളുകൾ പോയി. ഇങ്ങനെ നെഹെമ്യായുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ മടങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്, മടങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോ ഇനി ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇതാണ്, എങ്ങനെയാണ് ജെറുസലേമിന്റെ മതിലുകളെല്ലാം പുതുക്കി പണിയേണ്ടത്? കാരണം മതില് മുഴുവൻ തകർന്നു കിടക്കുകയാണ്, നഗരകവാടങ്ങൾ അഗ്നിക്കിരയായി കിടക്കുകയാണ്. എല്ലാം കൂടി ഇവർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അതിനവർ കണ്ടെത്തുന്ന ഒരു വഴി, നിങ്ങൾ ഈ പുസ്തകം വിശദമായിട്ട് വായിച്ചുകൊള്ളുക, അധ്യായം വാക്യങ്ങൾ ഞാൻ പറയുന്നില്ല. അതിനവർ കണ്ടെത്തുന്ന ഒരു വഴി, അവരിങ്ങനെ ചിന്തിച്ചു, നിന്റെ വീടിനടുത്തുള്ള മതിൽ നീ കെട്ടണം, അടുത്തയാളുടെ വീടിനടുത്തുള്ള മതിൽ അടുത്തയാൾ കെട്ടണം.
മൂന്നാമതൊരാൾ വീടിനടുത്തുള്ള മതിൽ അയാൾ കെട്ടണം. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം, വേഗം മനസ്സിലാവാൻ വേണ്ടി പെട്ടെന്ന് വായിക്കാം. 3-ാമത്തെ അധ്യായം, നെഹെമ്യായുടെ പുസ്തകം 3-ാം അധ്യായം. ഒരു ഉദാഹരണം കിട്ടാൻ വേണ്ടി 17-ാമത്തെ വാക്യം വായിക്കാം. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ ലേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കെയിലായുടെ അർദ്ധഭാഗത്തിന്റെ അധിപതിയായ ഷഹാബിയ തന്റെ ദേശത്തെ പ്രതിദാനം ചെയ്ത് പണി നടത്തി. തുടർന്നുള്ള ഭാഗം കെയിലായുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹെനദാദിന്റെ പുത്രനുമായ ബാവായിയും ചാർച്ചക്കാരും ചേർന്ന് പണിതു. 22-ാമത്തെ വാക്യം, പിന്നീടുള്ള ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. എന്താ പറയുന്നത്? ഓരോരുത്തരും അവരവരുടെ വീടിന്റെ നേരെയുള്ള ഭാഗത്തെ മതില് പുതുക്കി പണിതു. ഇതൊരു സ്ട്രാറ്റജിയാണ്. എന്താണിത്? ഓരോ ദേശത്തും അധിവസിക്കുന്ന ജനങ്ങൾ, അല്ലെ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന കൃപയനുസരിച്ച്, ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച്, ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന കൃപയുടെ അളവനുസരിച്ച് ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം. തങ്ങൾക്ക് പറ്റുന്നതെല്ലാം ചെയ്യണം. നിനക്ക് പ്രാർത്ഥിക്കാനാണ് വരം, നീ മുട്ടുകുത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്ക് പ്രബോധനമാണ് വരം, നീ പ്രബോധനം കൃത്യമായി നടത്തണം. നിനക്ക് അപ്പോളജറ്റിക് ആണ് നിന്റെ കൃപ, വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാനുള്ള കൃപയാണ് നിന്റേത്. നീ അത് നന്നായി ചെയ്യണം. ഒരാൾ മറ്റൊരാളെ വിമർശിച്ചുകൊണ്ടിരിക്കാതെ, ഒരാൾ മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാതെ, ഓരോരുത്തരും തങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന കൃപയുടെയും വിശ്വാസത്തിന്റെ അളവനുസരിച്ച് തങ്ങളുടെ മുമ്പിലുള്ള പൊളിഞ്ഞു കിടക്കുന്ന മതിൽ പണിയണം. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു തടസ്സം ഉണ്ടാവുകയാണ്. ആ തടസ്സം എന്തെന്ന് വെച്ചാൽ, സമറിയാക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക. മതിൽ പണിക്ക് തടസ്സം നിൽക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നത്, അവരൊരു മറ്റൊരു യുദ്ധതന്ത്രം കണ്ടുപിടിച്ചു. അതിങ്ങനെയാണ്. 4-ാം അധ്യായം 16 മുതൽ, അന്ന് മുതൽ എന്റെ സേവകരിൽ പകുതി പേർ പണിയിലേർപ്പെടുകയും പകുതി പേർ കുന്തം, പരിച, വില്ല്, പടച്ചട്ട എന്നിവയുമായി കാവൽ നിൽക്കുകയും ചെയ്തു. പകുതി പേര് പണിതു, പകുതി പേര് കാവൽ നിന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? പകുതി പേര് പണിതു, പകുതി പേര് കാവൽ നിന്നു. ജോലി ചെയ്യാൻ മാത്രമല്ല ആളുകൾ ഉണ്ടാവേണ്ടത്, കാവൽ നിൽക്കാനും ആളുകൾ ഉണ്ടാവണം. കാവൽ നിൽക്കാൻ, ഉദാഹരണം പറഞ്ഞാൽ, സൈബർ ചുവരുകളിൽ ആക്രമണങ്ങൾ വരുമ്പോ പ്രതിരോധം തീർക്കാൻ ആളുകൾ വേണം. സഭയ്ക്കെതിരെ ആവശ്യമില്ലാത്ത വാർത്തകൾ പടച്ചുവിടുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ ആളുകൾ വേണം. എല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ആക്രമിക്കാൻ വരുന്നവനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രതിരോധം തീർക്കാൻ ഒരു കൂട്ടം ആളുകൾ വേറെ വേണം. ഒരു കൂട്ടം ആളുകൾ ജോലി ചെയ്യുമ്പോ അവർക്ക് കാവൽ നിൽക്കാൻ ആള് വേണം. മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പിൻനിരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആള് വേണം. പകുതി പേര് യുദ്ധം ചെയ്തു, പകുതി പേര് കാവൽ നിന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് ഏതാനും സൂചനകൾ കൂടി പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ദാനിയേലും കൂട്ടരും പ്രധാനമായും ചെയ്തത് ചില കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ദാനിയേൽ 1:8 നമ്മൾ വായിക്കുന്നു, അവർ ഈ ദേശത്തെ മാലിന്യം കൊണ്ട്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കൊണ്ട് മലിനരാവുകയില്ല എന്ന് തീരുമാനിച്ചു. നമ്മുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, മാലിന്യമേൽക്കാതെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. വിശുദ്ധ ജീവിതം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. വിശുദ്ധി അജയ്യമായ പരിചയമാണ്. ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോ നമ്മൾ മാലിന്യമേൽക്കാത്തവരായി നിൽക്കണം. രാജാവ് വിളമ്പുന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് മലിനരാവുകയില്ലെന്ന് അവർ തീരുമാനിച്ചു. രണ്ടാമതായിട്ട് 6-ാം അധ്യായം 10-ാം വാക്യം, എല്ലാ ദിവസവും ചിട്ടയായി അവർ പ്രാർത്ഥിച്ചു, മുടങ്ങാതെ ദൈവസന്നിധിയിൽ വരുന്ന നിലവിളി. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണും, അവർ ഉപവാസം പ്രഖ്യാപിച്ചു. പിന്നീട് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, അവർ പ്രതികൂലങ്ങളിൽ തളരാതെ വിശ്വാസത്തോടെ നിന്നു. ഈ ഒരു ആത്മീയ യുദ്ധത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, വചനത്തിന് വേണ്ടി നിലകൊള്ളണം.
തിരുവചനത്തിന് വേണ്ടി നിലകൊള്ളണം. വചനത്തെ വളച്ചൊടിക്കുന്നവരിൽ നിന്ന് ശ്രദ്ധാപൂർവം മാറി നിൽക്കണം. വചനത്തിന് വേണ്ടി നിലകൊള്ളണം. വചന സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തേത്, തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. സഭ എന്താണ് വ്യക്തമായി പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിന് വേണ്ടി നിലകൊള്ളണം. മൂന്നാമത്തേത്, പൗലോസ്ലീഹയോട് പത്രോസ്ലീഹ ഓർമ്മിപ്പിച്ചതുപോലെ പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളണം. നാലാമതായിട്ട്, വിശ്വാസ സത്യങ്ങൾ വളച്ചൊടിക്കുന്നതിനെതിരെ നിലകൊള്ളണം. ഉദാഹരണത്തിന്, യേശുക്രിസ്തു ദൈവമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിനെതിരെ വേദപുസ്തകത്തിൽ നിന്ന് തെളിവ് നിരത്തി നിലകൊള്ളണം. ക്രിസ്തു ദൈവപുത്രൻ അല്ല എന്ന് ആരെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വഴിതെറ്റിക്കുന്നെങ്കിൽ അതിനെതിരെ സത്യവിശ്വാസം പഠിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം. ആസൂത്രിതമായ സൈബർ അറ്റാക്കുകൾക്കെതിരെ നിലകൊള്ളണം. കണ്ണും കാതും തുറന്ന് സോഷ്യൽ മീഡിയയിൽ ജാഗ്രതയോടെ ഇരിക്കണം. ആസൂത്രിതമായ ആക്രമണങ്ങൾക്കെതിരെ നിലകൊള്ളണം. ഇരുളിന്റെ മറവിലും അരണ്ട വെളിച്ചത്തിലും വെളിച്ചം തല്ലിക്കെടുത്തിയും യുവാവായ എന്റെ സഹോദരന്റെ വിശ്വാസത്തെയും യുവതിയായ എന്റെ സഹോദരിയുടെ മാനത്തെയും കവർന്നെടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിലകൊള്ളണം. വിശ്വാസം ഉച്ചത്തിൽ വിളിച്ച് പറയണം. കണ്ടുമുട്ടുന്നവരോടെല്ലാം വിശ്വാസം പങ്കുവെക്കാൻ സന്നദ്ധരാവണം. യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങൾ അറിയേണ്ടതില്ലെന്ന് വിചാരിച്ചു എന്ന് പൗലോസ്ലീഹ കൊരിന്തോസ് ലേഖനത്തിന്റെ ആരംഭ അധ്യായങ്ങളിൽ പറയുന്നത് പോലെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ക്രിസ്തു അല്ലാത്തതൊന്നും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൈവിടപ്പെടാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ജാഗ്രത സഭയെക്കുറിച്ച് നമുക്കുണ്ടാകണം. ഏതെല്ലാം രീതികളിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്? പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസം ആഴമായി പഠിക്കണം. വിശ്വാസത്തിൻ്റെ മർമ്മം മനസ്സിലാക്കണം. എന്താണ് നാം വിശ്വസിക്കുന്നത്? എന്താണ് നാം പ്രാർത്ഥിക്കുന്നത്? എന്താണ് ക്രിസ്തീയ ജീവിത വീക്ഷണം? എന്താണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് വ്യക്തത ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ തലമുറകളെ അത് പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ വിഷയത്തിൽ പരിശീലനം കൊടുക്കണം. ലോകകാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന നമ്മൾ വിശ്വാസകാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ മടി കാണിക്കരുത്. വിശ്വാസം വ്യക്തതയോടെ പറഞ്ഞു കൊടുക്കണം. വിശ്വസിക്കുന്നത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ പര്യാപ്തമാവുന്ന വിധത്തിൽ വേണം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ. ഈ കാര്യത്തിൽ തിരുസഭയ്ക്ക് നിതാന്തമായ ഒരു ജാഗ്രത ആവശ്യമുണ്ട്. വിശ്വാസ വിഷയങ്ങളിൽ വ്യക്തത നൽകാത്തതാണ് തെറ്റിദ്ധരിക്കപ്പെടാൻ എല്ലാം ഇടയാക്കിയത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ ആവശ്യമുണ്ട്. വിശ്വാസം മനസ്സിലാക്കണം. രണ്ടാമതായി, വിശ്വാസം മനസ്സിലാക്കുക മാത്രമല്ല, വിശ്വാസം ജീവിക്കണം. ജീവിതത്തിൽ കാണാത്ത ഒരു വിശ്വാസം, ജീവിതത്തിൽ പ്രദർശിപ്പിക്കാത്തൊരു വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എളുപ്പമല്ല. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയോട് മറ്റുള്ളവർക്ക് ആകർഷണം തോന്നില്ല. സുവിശേഷം നാം സ്വീകരിച്ചിട്ട് ആ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി എന്ന് മറ്റുള്ളവർക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാവണം. സുവിശേഷം സ്വീകരിച്ചതുകൊണ്ട് ജീവിതത്തിൻ്റെ ഗുണനിലവാരം മാറി എന്ന്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടായെന്ന്, ഒരു വ്യക്തി ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുന്നതിൻ്റെ ജീവിത ദൃഷ്ടാന്തങ്ങൾ ചുറ്റുമുള്ളവർക്ക് കാണാൻ പറ്റണം. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വിളക്ക് അത് പറയുടെ കീഴിൽ സൂക്ഷിക്കാതെ, അത് മേശയുടെ അടിയിൽ വെക്കാതെ, അത് മറ്റുള്ളവർക്ക് വെളിച്ചമാകത്തക്ക വിധം അത് മലമുകളിൽ പ്രകാശിക്കണം. മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണമാവണം നമ്മുടെ ജീവിതങ്ങൾ. ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ ജീവിതം കാണുന്നവർക്ക് സുവിശേഷത്തോടും യേശുവിനോടും ആകർഷണം തോന്നണം. വിശ്വാസം ജീവിക്കണം. മൂന്നാമതായിട്ട്, വിശ്വാസം പ്രഘോഷിക്കണം. വിശ്വാസം പ്രഘോഷിക്കേണ്ടത് പ്രധാനമായും നമ്മൾ
മറ്റുള്ളവരോട് യേശുവിനെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ടാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ ഒരു ദാഹം ഉണ്ടാവണം. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഒരു അപമാനമായിട്ട് കാണരുത്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഒരു പോരായ്മയായിട്ട് കാണരുത്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിൽ ഒരു ബലഹീനതയായിട്ട് കരുതരുത്. മറിച്ച് നമ്മുടെ ബലമാണത്. ഭീരുക്കൾക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പേടിച്ചരണ്ട അപ്പസ്തോലന്മാർക്ക്, കഥ കടച്ച് മുറിയിൽ ഒളിച്ചിരുന്നവർക്ക് യേശുവിനെ പറയാൻ പറ്റിയില്ല. സെഹിയോൻ്റെ മാളിക മുറിയിൽ തീജ്വാലകളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ്, ആത്മാവിൻ്റെ കാറ്റടിച്ചപ്പോഴാണ്, അവർ ആത്മാവിൻ്റെ കരുത്തറിഞ്ഞപ്പോഴാണ് യേശുവിനെ പ്രഘോഷിക്കാൻ ധൈര്യം കിട്ടിയത്. യേശുവിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമായിട്ട് കാണരുത്. യേശുവിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ പറയാതിരിക്കുന്നതാണ് നന്മ എന്ന് കരുതരുത്. പല വിശ്വാസങ്ങളിലും വീക്ഷണങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരുടെ നടുവിൽ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മൾ ഏത് തുറയിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും, ഏത് ജീവിതാന്തസ് ജീവിക്കുന്നവരാണെങ്കിലും യേശുവിനെ പകർന്നു കൊടുക്കാത്തൊരു ജീവിതം എതിർ സാക്ഷ്യമാണെന്ന് കൂടി അറിയണം. എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. ക്രിസ്തു എന്താണ് പുറത്തു വരാത്തത്? എന്താണ് യേശുവിനെക്കുറിച്ച് പറയാത്തത്? എന്താണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തുന്നവരോട് യേശുവിനെക്കുറിച്ച് പങ്കുവെക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് യേശുവിൻ്റെ മൂല്യങ്ങൾ അനുഭവിക്കാൻ പറ്റാത്തത്? നമ്മുടെ ഒരു ഹോസ്റ്റലിൽ ജീവിച്ചൊരു പെൺകുട്ടിക്ക് നമ്മുടെ ക്രിസ്തീയ മതത്തോട് വൈരാഗ്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് നമ്മുടെ വിശ്വാസത്തോടും ആചാരത്തോടും മമത തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണിത്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകുന്ന, ഇരുളടഞ്ഞു പോകുന്ന, ഒരു വഴി കാണാതെ അലയുന്ന അനേക ലക്ഷം, അനേക കോടി മക്കൾക്ക് യേശുവാകുന്ന പ്രകാശത്തെ തെളിച്ചു കൊടുക്കാനുള്ളൊരു ബാധ്യത കൂടി നമുക്ക് ഈ നാളുകളിലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ചില സാഹചര്യങ്ങൾ, മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ ഈ നാളുകളിൽ വർദ്ധിച്ചു. ഒരു 10 വർഷം പുറകിലേക്ക് പോയാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മാധ്യമങ്ങളിലോ ഒന്നും, ഒരു 10 വർഷം മുമ്പൊക്കെ പരിശോധിച്ചാൽ ഒരു കത്തോലിക്കാ തിരുസഭയിലെ പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, ആത്മീയോപദേശങ്ങൾ, പഠനങ്ങൾ, ഇതൊന്നും കണി കാണാൻ കിട്ടാത്ത ഒരു കാലമുണ്ടായിരുന്നു. അന്നും മറ്റൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അന്നും പെന്തക്കോസ്ത സഭാ വിഭാഗങ്ങളിലുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലും അതുപോലെയുള്ള ചാനലുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 10 വർഷത്തെ വ്യത്യാസത്തിനിടയിൽ നമ്മൾ ഈ വിഷയത്തിൽ വലിയ ഗൗരവതരമായൊരു പുരോഗതി കൈവരിച്ചു. ഇപ്പോൾ നമുക്ക് അനേകം മാധ്യമങ്ങളിലൂടെയുള്ള ശുശ്രൂഷകളുണ്ട്. അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഒരു ഉണർവുണ്ടായതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം, അതിനെ സജീവമാക്കണം. അതുകൊണ്ട് മാധ്യമത്തെ നന്നായി, വിശ്വാസം പകർന്നു കൊടുക്കാൻ മാധ്യമത്തെ നന്നായി ഉപയോഗിക്കണം, നവമാധ്യമങ്ങളെ ഉപയോഗിക്കണം. ഇത്തരുണത്തിൽ ചാനലുകൾ ചെയ്യുന്ന ശുശ്രൂഷയെ നമ്മൾ കാണാതെ പോകരുത്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ആത്മാവ് കേരളത്തിലേക്ക് അയച്ച ഒരു സമ്മാനമായിരുന്നു ശാലോം ടെലിവിഷൻ. കർത്താവിൻ്റെ ആത്മാവ് കേരള സഭയോട് കാണിച്ച ഒരു കരുണയായിരുന്നു അത്. മാധ്യമത്തിലൂടെ കർത്താവിൻ്റെ സുവിശേഷം എത്രമാത്രം പകർന്നു കൊടുക്കാമെന്ന് ശാലോം എന്ന ചാനലിലൂടെ, ശാലോം ടെലിവിഷൻ ചാനലിലൂടെ, ശാലോം മിനിസ്ട്രിയിലൂടെ, ശാലോം മീഡിയ ശുശ്രൂഷകളിലൂടെ കർത്താവ് നമുക്ക് പകർന്നു തന്ന വലിയൊരു അനുഗ്രഹം. ഇന്നും ശാലോം ചെയ്യുന്ന ശുശ്രൂഷകൾ സ്തുത്യർഹമാണ്. പിന്നീട് കർത്താവ് നമുക്ക് ഗുഡ്നസ് ചാനലിലൂടെ, ഇവയും ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് കർത്താവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. ശാലോമിന് കടന്നു ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും ഗുഡ്നസ്സിന് കടന്നു ചെല്ലാൻ പറ്റി. ഇന്നും സജീവമായി ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നു. ആ നാളുകളിലാണ് കർത്താവ് നമുക്ക് ഷെക്കേന ചാനലിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ, സുവിശേഷം പകർന്നു കൊടുക്കാൻ ഒരവസരം തരുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണത്. നമുക്കിന്ന് സജീവമായി ദൈവ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന 3 ചാനലുകൾ സഭയുടെ ആത്മീയ ശുശ്രൂഷയിലുണ്ട്. ദൈവത്തിന് നന്ദി പറയണം. ഈ ശുശ്രൂഷകളെല്ലാം, ശാലോമിനെയും ഗുഡ്നസിനെയും ഷെക്കേനായെയും പോലെയുള്ള ശുശ്രൂഷകളെല്ലാം പ്രാർത്ഥിച്ച് ബലപ്പെടുത്തണം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യാൻ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ അതിശക്തമായിട്ട് ഈ നാളുകളിൽ നമ്മൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ മറ്റ് മിനിസ്ട്രികളെല്ലാം ഗൗരവമായിട്ട് തന്നെ കാണുകയാണ്.
എല്ലാവരും ചെയ്യുന്ന ശുശ്രൂഷകളെ വിലമതിക്കുകയാണ്. അതെല്ലാം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഓരോ ഇടങ്ങളിൽ ഓരോ ദേശത്ത് കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചും പരിഹാരം ചെയ്തും അനേകം വൈദികരും സന്യസ്തരും അൽമായ ശുശ്രൂഷകരും പടുത്തുയർത്തിയ ദൈവരാജ്യത്തിൻ്റെ അതിശക്തമായ ദൃഷ്ടാന്തങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ നാളുകളിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ടായത് 21 ദിവസത്തെ ഒരു ഡാനിയൽ ഫാസ്റ്റിംഗ് ശാലോമിലൂടെ ആഹ്വാനം ചെയ്യപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അതിശക്തമായ ആഹ്വാനമായിരുന്നു അത്. എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഈ 21 ദിവസത്തെ ഡാനിയൽ ഫാസ്റ്റിങ്ങിൽ 10,000-കണക്കിന് ആളുകൾ തിരുസഭയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ ഡാനിയൽ ഫാസ്റ്റിംഗ് തീരുന്ന ആ ദിവസങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഷെക്കേനായിൽ ഈ 8 ദിവസത്തെ ആ പ്രാർത്ഥനാ ദിനങ്ങൾ സഭയ്ക്ക് വേണ്ടി ഉയരണമെന്നുള്ള ഒരു പ്രേരണ കർത്താവിൻ്റെ ആത്മാവ് കൊടുത്തത്. അനേക സഹോദരങ്ങളെ അതിനുവേണ്ടി ദൈവം ഉണർത്തി. അതിനുവേണ്ടി ദൈവം ബോധ്യങ്ങളും ധാരണകളും പ്രത്യാശയും കൊടുത്തു. അങ്ങനെ ഷെക്കേനായിലൂടെ ഈ 8 ദിവസങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരം തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു കരുത്തോടു കൂടി നമ്മൾ ഈ 8-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ആത്മാവിന് നന്ദി പറയാം. ദൈവത്തെ ഏറ്റവും സ്നേഹത്തോടെ ആരാധിക്കാം. വട്ടായിലച്ചൻ 1-ാം തീയതി ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങൾ പലരെയും ഉണർവുള്ളവരാക്കി മാറ്റി, പലരുടെയും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരുത്തി. എന്നാൽ ചിലരെങ്കിലും അത് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലരെങ്കിലും അതിനെക്കുറിച്ച് ശരിയായൊരർത്ഥത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. വിമർശനങ്ങളെ അച്ഛൻ വളരെ പ്രത്യാശയോടെ സ്വാഗതം ചെയ്തത് നമ്മൾ കണ്ടതാണ്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, അനേക കാലങ്ങളായി അനേക ലക്ഷം കേരള സഭയിലെ മക്കളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വേദനയാണ് നമ്മുടെ പ്രിയപ്പെട്ട സേവ്യർ വട്ടായിലച്ചനിലൂടെ പരിശുദ്ധാത്മാവ് പങ്കുവച്ചത്. അതിനെ ആരോഗ്യകരമായിട്ട് കാണണം. അതിനെ വിമർശന ബുദ്ധിയാ കാണരുത്. അതൊരു വേദനയാണ്. ഒരു ദൈവ ശുശ്രൂഷകൻ്റെ മനസ്സിൽ തിരുസഭയ്ക്ക് പലയിടങ്ങളിൽ നിന്നായി ആസൂത്രിതമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കണ്ടപ്പോൾ ഒരു സഭയെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസത്തിൻ്റെ പ്രചാരണ ശുശ്രൂഷയിൽ വർഷങ്ങളായി ഏർപ്പെട്ടിരിക്കുന്ന ഒരു വൈദിക സഹോദരനെ സംബന്ധിച്ച് ഉണ്ടായ വേദനയാണത്. ആ അർത്ഥത്തിലാണ് അതിനെ നമ്മൾ എടുക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് നമ്മൾ അച്ഛൻ ആഹ്വാനം ചെയ്ത ചില കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടോ സമൂഹത്തോടോ ഉള്ള നമ്മുടെ കുറ്റപ്പെടുത്തലോ അവരെ നിന്ദിക്കുന്നതോ അല്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ സഭയിൽപ്പെട്ട മക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആസൂത്രിതമായി തിരുസഭയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അതിനെ നിസ്സാരമായിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കരുത്. അതില്ലെന്ന് പറയരുത്. ഉള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സഭയെ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സന്ദേശം അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരാൾ അത് പറയുന്നതിനെ നമ്മൾ വിമർശന ബുദ്ധിയാ കാണരുതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്താണ് സഭയെ അച്ഛൻ ഓർമ്മിപ്പിച്ചത്? അച്ഛൻ പറഞ്ഞത്, നമ്മൾ കണ്ണടച്ചിരിക്കരുത്. ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലാകും എന്ന് ഓർത്തിരിക്കണം. നമുക്ക് ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഭീഷണികളെ അതില്ല എന്ന് പറയരുത്. അത് കാണണം. ആരെയും എതിർക്കാനല്ല, പ്രതിഷേധ ജാഥകൾ നടത്താനല്ല, കൊലവിളി നടത്താനല്ല, ഉപജാപക സംഘങ്ങളെ രൂപീകരിച്ചോ കൊട്ടേഷൻ സംഘത്തെ വെച്ചോ ആക്രമിക്കാനല്ല. നമുക്കങ്ങനെ ഒരു മാർഗമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വിശ്വാസത്തിൽ കരുത്തരാകാനും വിശ്വാസ വിഷയങ്ങൾ കൂടുതൽ ഹൃദയത്തിൽ ഏറ്റെടുക്കാനും നമ്മൾ ഈ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനപ്പുറത്ത് നിത്യതയിൽ നോക്കി ജീവിക്കാനുമുള്ള ഒരു ആഹ്വാനമായിരുന്നു പ്രിയപ്പെട്ട വട്ടായിലച്ചനിലൂടെ ദൈവം തന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലെ ശുശ്രൂഷകരെല്ലാം തന്നെ സഭയ്ക്ക് വേണ്ടി ഉള്ള ഭാരമാണ് പങ്കുവച്ചത്. സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് പങ്കുവച്ചത്. അങ്ങനെ ഈ 8 ദിവസങ്ങൾ ദൈവം തന്ന വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ, വലിയൊരു സമൃദ്ധിയുടെ ഈ 8 ദിവസങ്ങൾ. പരിശുദ്ധ അമ്മയായിരുന്നു നമുക്കിതിന് പ്രേരണ. അമ്മയുടെ ഒരു പ്രത്യേകമായ നയിക്കൽ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിസ്പ എന്ന് പേരിട്ട ഈ ശുശ്രൂഷ, കാവൽ ഗോപുരം, ഒരു പ്രത്യാശയുടെ കാവൽ ഗോപുരം തീർക്കാൻ, ജാഗ്രതയോടെ കാവൽ തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഈ മിസ്പ ശുശ്രൂഷ സഹായിച്ചു. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കണം. നമ്മൾ ആരാധന നടത്തുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധ അമ്മയ്ക്കുള്ള ഒരു ജന്മദിന സമ്മാനമായിരുന്നു ഈ 8 ദിവസങ്ങളിൽ ഷക്കീന ചാനലിലൂടെയും മറ്റാത്മീയ ശുശ്രൂഷകളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ടെലിവിഷൻ ചാനലിലൂടെയും എല്ലാം ഈ 8 ദിവസങ്ങളിൽ ഉയർന്ന പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുമായിരുന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി ഹൃദയം ഉരുകിയത് പരിശുദ്ധ അമ്മയ്ക്കുള്ള
ഒരു ജന്മദിന സമ്മാനമായി നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മയുടെ ജന്മദിനത്തിന് സഭയിലെ മക്കൾ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഈ 8 ദിവസങ്ങളിലെ സഭയ്ക്ക് വേണ്ടിയുള്ള ഭാരം, സഭയ്ക്ക് വേണ്ടിയുള്ള വേദന, സഭയ്ക്ക് വേണ്ടിയുള്ള നിലവിളി. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ ആരോഗ്യകരമായി സ്വീകരിക്കുക. നമുക്ക് ഏറ്റെടുക്കാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റെടുക്കുക. പരസ്പരം ചെളിവാരി എറിയാതെയും പരസ്പരം കുറ്റപ്പെടുത്താതെയും നമുക്കിടയിലെ ഭിന്നത വളർത്താതെയും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കാം. നിങ്ങളെല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ആരാധനയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇതിനുവേണ്ടി അധ്വാനിച്ച് എല്ലാവരെയും സമർപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ആത്മീയ കൂട്ടായ്മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു ഉണർവ് സഭയിലുണ്ടാവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം കൂടുതൽ നിങ്ങൾ പഠിക്കണം, കൂടുതൽ കർത്താവിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. ദൈവത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങൾക്ക് ഹൃദയത്തിലൊരു ഓർമ്മയുണ്ടാവണം. ഒരിക്കലും ഈ ദീപം ഹൃദയത്തിൽ നിന്ന് കെട്ടുപോകരുത്. ഏതിരുട്ടിലും ഏതുറക്കത്തിലും ഒറ്റ വിളിക്ക് ഉണരാവുന്നൊരാത്മബന്ധം യേശുവുമായി ഉണ്ടാവണം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരങ്ങളടിച്ച് പാടിക്കേ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. എല്ലാം മറന്ന് പ്രാർത്ഥിച്ച് സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നാളുകളിൽ സഭയോട് കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയുടെ വിശ്വാസ ജീവിതത്തിന് വന്ന പാളിച്ചകളെ, പരാജയങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുകയാണ്. കർത്താവേ, ഈ നാളുകളിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസ തീഷ്ണതയിൽ വളരാനാവാതെ സഭ ഏതെങ്കിലും മേഖലകളിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ മാപ്പ് ചോദിച്ച് അങ്ങേ ആരാധിക്കുകയാണ്. സഭയ്ക്ക് മുഴുവനും വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭാ ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തിരുസഭയുടെ മേൽ അങ്ങ് രക്തം കൊടുത്ത് വീണ്ടെടുത്ത് അങ്ങയുടെ മണവാട്ടിയായ സഭയുടെ മേൽ ഈ നാളുകളിൽ അവിടുത്തെ വലിയ ചൈതന്യം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടാം. ദാനിയേലേ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ,
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ജെറമിയ 20:11 വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്, അതിനാൽ നിന്റെ പീഡകരുടെ കാലിടറും, അവർ നിന്റെ മേൽ വിജയം വരിക്കില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. 2 മക്കബായർ 8:18 അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. കൊളോസോസ് 2:13-14 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. കുരിശിലവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഗണനാ പത്രങ്ങളാക്കി. സങ്കീർത്തനം 76:6 യാക്കോബിന്റെ ദൈവമേ, നീ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. ആജ്ഞാദണ്ഡുകൊണ്ട് ഞാൻ ഭൂമിയെ പ്രഹരിക്കും, മൺകുടത്തെ എന്ന പോലെ അവയെ അടിച്ചുടയ്ക്കും. കർത്താവേ, ജീവന്റെ ശക്തി സഭയുടെ മേൽ ആഞ്ഞടിക്കണമേ. കർത്താവേ, സഭയ്ക്കെതിരെ പിശാചൊരുക്കുന്ന കെണികൾ നസ്രാനായ യേശുവിന്റെ കുരിശിന്റെ ശക്തിയാലും, കർത്താവേ, കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തിയാലും, ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളാലും, തിരുവചനത്തിന്റെ ശക്തിയാലും, സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ സഹന ജീവിതത്തിന്റെ യോഗ്യതകളാലും, പരിശുദ്ധ കന്യകാമാതാവിന്റെ മധ്യസ്ഥത്താലും, വിശുദ്ധരുടെ പ്രാർത്ഥനകളാലും, കർത്താവേ, ലോകം മുഴുവനിലും അർപ്പിക്കപ്പെടുന്ന ബലികളുടെ യോഗ്യതകളാലും, സഭയ്ക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ പൈശാചിക തന്ത്രങ്ങളും നസ്രാനായ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താനൊരുക്കുന്ന തന്ത്രങ്ങൾ, കെണികൾ തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ശക്തി, ഉത്ഥാനത്തിന്റെ ശക്തി സഭയുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭാ സമൂഹം പത്രോസും യോഹന്നാനും മോചിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഏകമനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവർ സമ്മേളിച്ചിരുന്ന കെട്ടിടം കുലുങ്ങുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തതുപോലെ സഭയുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു അഗ്നി, your mighty power anointing ഇറങ്ങി വരണമേ. നിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, കരങ്ങളടിച്ച് ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിച്ച് ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആരാധന 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 ആരാധിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, ജീവനുള്ള ആത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, ജീവനുള്ള ആത്മാവേ, പരിശുദ്ധ റൂഹാദ് ഖുദ്സായ തമ്പുരാനേ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹായേ, പരിശുദ്ധ റൂഹായേ, പരിശുദ്ധാത്മാവേ. കർത്താവേ, സഭയുടെ മേൽ പുതിയ അഭിഷേകത്തിൻ്റെ കാറ്റ് വീശണമേ. കർത്താവേ, സഭയുടെ തീഷ്ണതയും സഭയുടെ ഹൃദയത്തിലെ കർത്താവേ വിശ്വാസത്തിൻ്റെ ശക്തിയും കർത്താവേ നാളുകളിൽ കൂടുതൽ കൂടുതൽ വർദ്ധമാനമാകണമേ. കർത്താവേ, പ്രാർത്ഥനകൾ തിരുസഭയിൽ കൂടുതലായി ഉയരട്ടെ. കർത്താവേ, വിശ്വാസത്തിൻ്റെ വീരോചിത സാക്ഷ്യങ്ങൾ സഭയിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ. കർത്താവേ, രക്തസാക്ഷിത്വത്തിനടുത്ത വിശ്വാസ ധീരത സഭാ മക്കളിൽ ഉണ്ടാവട്ടെ. കർത്താവേ, ഏകമനസ്സോടെ സഭയ്ക്ക് വേണ്ടി സഭയോട് ചേർന്ന് കർത്താവിൻ്റെ രഹസ്യത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ അഭിഷേകം വ്യാപരിക്കണമേ. സഭയുടെ മേൽ പുതിയ ചൈതന്യം പകരണമേ. കർത്താവേ, ഏകമനസ്സോടെ നിന്നെ ആരാധിക്കാൻ ഐക്യത്തിൻ്റെ ആത്മാവ് തിരുസഭയുടെ മേൽ വ്യാപരിക്കണമേ. അനൈക്യത്തിൻ്റെയും ഭിന്നതയുടെയും കലഹത്തിൻ്റെയും ശത്രുതയുടെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ദുഷ്ടശക്തികളെ സഭയിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, ഏകമനസ്സോടെ കർത്താവേ സഭാ വ്യത്യാസങ്ങൾ മറന്ന്, രൂപതാ റീത്ത് വ്യത്യാസങ്ങൾ മറന്ന്, കർത്താവേ സഭാ വ്യത്യാസങ്ങൾ മറന്ന് ക്രിസ്തുവിൻ്റെ ശരീരമായ തിരുസഭ ഐക്യത്തിലും ഏക മനസ്സിലും കർത്താവേ യോജിപ്പോടെ മുന്നോട്ട് പോകാൻ ഈ നാളുകളിൽ നിന്റെ ശക്തി അയക്കണമേ. കർത്താവേ, സഭയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. സഭയിൽ നിന്ന് മുറിവേറ്റ് പോയ മക്കളെ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. വൈദികരിൽ നിന്നോ സന്യസ്തരിൽ നിന്നോ സഭാ ശുശ്രൂഷകരിൽ നിന്നോ സഭയുടെ ഏതെങ്കിലും സംവിധാനങ്ങളിൽ നിന്നോ മാനസികമായി കർത്താവെ മുറിവേറ്റ എല്ലാ മക്കളെയും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. സഭയ്ക്ക് സംഭവിച്ച പിഴവുകളെ ഓർത്ത് ഈ സമയത്ത് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസ ജീവിതം നയിക്കാൻ സഭ പുറകോട്ട് പോയ എല്ലാ സന്ദർഭങ്ങൾക്കും ഈ സമയത്ത് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഓർത്ത് ഈ സമയത്ത് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, അങ്ങ് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത മക്കളുടെ വിശ്വാസത്തിൽ വന്നുപോയ ബലഹീനതകളെ ഓർത്ത് ഈ സമയത്ത് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, വൈദിക വിദ്യാർത്ഥികളെ, സന്യസ്തരെ, അർത്ഥിനികളെ, കർത്താവെ, സന്യാസാർത്ഥികളെല്ലാം ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സഭയുടെ ശുശ്രൂഷാ വേദികളെ ഈ നാളുകളിൽ കർത്താവെ നിന്റെ കരുണ ഇറങ്ങി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയൊരു ശക്തി തിരുസഭയ്ക്ക് മുഴുവൻ്റെ മേലും ഒരു അഭിഷേകമായി ഇപ്പോൾ അങ്ങ് ഒഴുക്കണമേ. കർത്താവെ, അങ്ങയുടെ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ ശരീരത്തിൽ നിന്ന് ഈശോയെ എല്ലാ മക്കളിലേക്കും നിൻ്റെ കാരുണ്യം ഒഴുകണമേ. കർത്താവെ, ഒരു നവമായ ചൈതന്യം തിരുസഭ മുഴുവൻ്റെ മേലും ഈ നാളുകളിൽ അങ്ങ് തരണമേ. കർത്താവെ, ഞങ്ങൾ ഏകമനസ്സോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്, മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. കർത്താവെ, ഈ യുദ്ധത്തിൽ അമ്മ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കണമേ. അമ്മയെ ഞങ്ങൾക്ക് വഴികാട്ടിയായി, കർത്താവെ സഹായിയായി, പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുന്ന സ്വർഗത്തിൻ്റെ പരിശുദ്ധ ശക്തിയായി അമ്മയെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് നിർത്തണമേ. കർത്താവെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വലിയൊരു ആത്മീയ യുദ്ധത്തിന് സഭയെ ഒരുക്കണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ, ഞങ്ങളുടെ ആശീർവാദം സ്വീകരിക്കാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൃപ കൊണ്ട് നിറയ്ക്കണേ കർത്താവെ. സഭ മുഴുവൻ്റെ മേലും കർത്താവെ ഈ സമയത്ത് സവിശേഷമായ ഒരു അനുഗ്രഹം അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഏകാഗ്ര ഹൃദയത്തോടെ കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിൽ നിന്ന് വലിയൊരു ശക്തി, വലിയൊരു ദാഹവും തീഷ്ണതയും ഈ നാളുകളിൽ നമ്മൾ പ്രാപിക്കാൻ ഈശോയുടെ ഹൃദയം നൊന്ത് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഏകാഗ്രമായ ഒരു മനസ്സോടെ ആ ദാഹത്തോടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ, 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 ഭൂവാകെ നമിക്കും നിന്നെ
എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.